ഗൈസ് അതിനെ കുറെ കരഞ്ഞ് ചോദിച്ചാണ് അച്ഛനോട് എന്നാലും അച്ഛൻ വേണ്ട പറഞ്ഞു. കാര്യം നടക്കാൻ പോയപ്പോൾ ഒരു പപ്പിക്കുട്ടി 3 എണ്ണമാണ്, ഒന്നല്ല അവിടെ കിടക്കുന്നു. എനിക്കാണെങ്കിൽ അതിന് കണ്ടിട്ട് ആക്റ്റീവൊന്നുമില്ല. കാരണം അത് ഇങ്ങനെ വയ്യാത്തതും കാണുന്നതൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയായി. കാരണം ഇത് ഇങ്ങനെ ഒരു കുഞ്ഞാണ്. ഇത് കുറച്ച് ആക്റ്റീവ് കുറഞ്ഞതാണെങ്കിലും എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും വയ്യാത്തതും 2 നല്ല ആക്റ്റീവ് ഉള്ളത് വയ്യാത്ത ആണ്. പക്ഷെ ഒന്നിന് മാത്രം നല്ല വയ്യാകുണ്ട്. ആക്റ്റീവ് ഒന്നും അത്ര ഇല്ല. ഞാൻ കാണിച്ചു തരാം. അവിടെ വെച്ചതാണ്, അവിടെ നിന്നാണ് കണ്ടത്. ഇപ്പോൾ അതിന് അങ്ങോട്ട് എവിടേക്കൊന്നും പോകുന്നുണ്ടോ എന്നറിയില്ല. വേഗം പോയി നോക്കുക. എന്തായാലും എനിക്കൊന്നും വിഷമാണെങ്കിൽ എനിക്ക് പേടിയുണ്ട് കേട്ടോ. എൻ്റെ അമ്മ വന്നാ എന്താ അവിടെ? ഇതാണ് ഗൈസ് പട്ടീൻ്റെ അമ്മ. ഞങ്ങൾ പോയ നേരത്തെ തന്നെ പട്ടീൻ്റെ അമ്മ വന്നു. ഗൈസ് കുഞ്ഞുകുട്ടി വന്നു പാല് കുടിക്കാൻ. കുറഞ്ഞത് ഭയങ്കര വിഷമം. പിന്നെ വിഷമം സഹിക്കാൻ പറ്റാത്തതാണ് ഈ സാധനം. എനിക്ക് ഇതിനോടുള്ള ഈ സ്നേഹം പക്ഷേ എനിക്ക് എന്നും ഉണ്ടാവില്ല. അതെന്തായാലും എനിക്കറിയാം. പക്ഷേ കുട്ടികളെ കാണുമ്പോൾ എനിക്കുള്ളൊരു ഫീലുണ്ട്. പലപ്പോഴും എനിക്കുണ്ടാവുന്നുണ്ട്. പലപ്പോഴും എനിക്കുണ്ടാവുന്നുണ്ട്. പപ്പീനെ കണ്ടിരുന്ന എന്തായത് എടുക്കണം എന്നൊക്കെ. പെൺപട്ടിയാട്ടോ. നീ കണ്ടുപിടിച്ചു. പെൺപട്ടിയാ. ചുന്തിരി ആൻറ്റി ചുന്തിരി കൊട കൊട കൊട. നോക്ക് ഗൈസ് എന്തൊരു സ്നേഹമാണ്. ഗുഡു 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 ഗുഡു. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരണം പറ്റുമോ? പിന്നെ വന്നു. ശരി വാ പോവാ. അതാ അമ്മ നോക്കി പേടിപ്പിക്കണു ആ സൈഡിൽ നിന്ന്. ഞാൻ പോണു അതാ ഞാൻ പോയി. എനിക്ക് പേടിയാണ്. അതാ സ്കിപ്പി പോലത്തെ വേറെ പൊമേനെ വിനോദ് കടിക്കും. തുമ്പി ഞാൻ പോണു. മതി അവിടെ വെച്ചോ. വേഗം വാ. പക്ഷെ ഇതിനൊക്കെ തൊടണം കാണണം എന്നൊക്കെയുള്ള ആഗ്രഹം എനിക്ക് നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഞാനത് നടക്കും. കരഞ്ഞതായ കൊണ്ട് കുറച്ച് ഏറ്റവും കുറവാണ് എനിക്ക്. അപ്പോൾ എൻ്റെ അച്ഛൻക്ക് പട്ടിയൊക്കെ നിറയെ ഇഷ്ടം. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വാഴില്ല, അതുകൊണ്ടതാണ് എടുക്കാൻ. ഇപ്പോൾ വാഴുവങ്ങ് അച്ഛൻ എടുത്തോ പറയുമായിരുന്നു. പക്ഷേ വാഴാത്ത കൊണ്ട് അച്ഛൻ വേണ്ട. ബൈ.